ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുമായി ബന്ധപ്പെട്ട ഏതാനും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഫ്ലോട്ടിംഗ് ഓഫ് ഗഡ്ജ് ആൻഡ് പിൻ പ്രൊവൈഡഡ് വിത്ത് സർക്ലിപ്പ്. നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സെമി ഫ്ലോട്ടിംഗ്, ഫുൾ ഫ്ലോട്ടിംഗ്, 3/4 ഫ്ലോട്ടിംഗ്, നോൺ ഫ്ലോട്ടിംഗ് ടൈപ്പ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സർക്ലിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫ്ലോട്ടിംഗ് ഗഡ്ജ് ആൻഡ് പിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്തിനാണ് ഗഡ്ജ് ആൻഡ് പിൻ അല്ലെങ്കിൽ പിസ്റ്റൺ പിൻ യൂസ് ചെയ്യുന്നത്. പിസ്റ്റണും കണക്റ്റിംഗ് റോഡും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ പിസ്റ്റൺ പിൻ യൂസ് ചെയ്യുന്നത്. സോ അതിനകത്ത് സർക്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ പിസ്റ്റൺ പിന്നിനെ ലോക്ക് ചെയ്യുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സർക്ലിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്നാപ്പറിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ ഇമേജസ് തന്നിട്ടുണ്ട്. ഇവിടെ സർക്ലിപ്പ്, രണ്ട് എൻഡിലും സർക്ലിപ്പ് വരുന്ന ഇമേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതേപോലെ തന്നെ പിസ്റ്റൺ പിന്ന് കാണിച്ചിട്ടുണ്ട്, അഥവാ ഗഡ്ജ് ആൻഡ് പിൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡ് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇൻ ബിറ്റ്വീൻ ആയിട്ട് പിസ്റ്റൺ പിന്നിനും കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡിനും ഇടയിലായിട്ട് വരുന്ന നീഡിൽ ബെയറിങ്ങും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഇമേജിൽ, ഈ ഇമേജിൽ 3 ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. സെമി ഫ്ലോട്ടിംഗ് ടൈപ്പും കാണിച്ചിട്ടുണ്ട്, ഫുൾ ഫ്ലോട്ടിംഗ് ടൈപ്പും കാണിച്ചിട്ടുണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള ഗഡ്ജ് ആൻഡ് പിന്നും ടൈപ്പും കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫുൾ ഫ്ലോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പിസ്റ്റൺ പിന്നിനെ നമ്മുടെ കണക്റ്റിംഗ് റോഡിനുള്ളിലും അതേപോലെ പിസ്റ്റണിനുള്ളിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ എൻഡ് പോർഷനിൽ നമ്മൾ സർക്കിളിപ്പ് യൂസ് ചെയ്തിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. പക്ഷേ സെമി ഫ്ലോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കണക്റ്റിംഗ് റോഡിൽ അതിനെ ലോക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കണക്റ്റിംഗ് റോഡ് നമ്മൾ ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സെമി ഫ്ലോട്ടിംഗ് ടൈപ്പ് എന്നും, അതേപോലെ തന്നെ ഫിക്സഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ക്രൂ യൂസ് ചെയ്തിട്ട് നമ്മുടെ പിസ്റ്റൺ പിൻ ബോസിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് അറസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇറഗുലർ വിയർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നതിനകത്ത്, ഫിക്സഡ് ടൈപ്പിനകത്ത്. സോ ഏറ്റവും വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുൾ ഫ്ലോട്ടിംഗ് ടൈപ്പ് ആയിരിക്കും. ഈ ഫുൾ ഫ്ലോട്ടിംഗ് ടൈപ്പിൽ നമ്മുടെ പിസ്റ്റൺ പിന്നിന് കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡിനുള്ളിലും അതേപോലെ പിസ്റ്റൺ ബോസിലും അല്ലെങ്കിൽ പിസ്റ്റൺ ബിയറിംഗ് സർഫസിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. രണ്ട് എൻഡിലും നമ്മൾ സർക്ലിപ്പ് അല്ലെങ്കിൽ സ്നാപ്പറിംഗ് ഉപയോഗിച്ചിട്ടാണ് ലോക്ക് ചെയ്ത് വെക്കുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ഫ്ലോട്ടിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സർക്ലിപ്പ് യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള ഗഡ്ജ് ആൻഡ് പിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർക്ലിപ്പ് യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പിലാണ്? ഫുൾ ഫ്ലോട്ടിംഗ് ടൈപ്പിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ engines having 8 to 16 cylinder, which one of the following type of cylinder arrangement is considered to be appropriate? Option A, cylinder with inline. Option B, V engines. Option C, horizontal opposite engines, radial engines. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 8 to 16 സിലിണ്ടേഴ്സ് വരുന്ന കേസിൽ നമ്മൾ ഏത് സിലിണ്ടർ ബ്ലോക്ക് ഡിസൈൻ സെലക്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് സിലിണ്ടർ ബ്ലോക്കാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻലൈൻ ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വി എഞ്ചിൻ തന്നിട്ടുണ്ട്, ഹൊറിസോണ്ടൽ ഒപ്പോസിറ്റ് എഞ്ചിൻ തന്നിട്ടുണ്ട്, അതേപോലെ റേഡിയൽ എഞ്ചിൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഈ ക്വസ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വി എഞ്ചിനാണ്. നമ്മൾ 8 to 16 ഈ ഒരു അറേഞ്ച്മെന്റ് വരും. വി എഞ്ചിൻ ആകുമ്പോൾ ഇതിനകത്തൊരു ആംഗിൾ വരും. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഏകദേശം 60 to 90 വേരി ചെയ്യാറുണ്ട്. ചില സ്പെഷ്യൽ കേസുകളിൽ നമ്മൾ 40 ഡിഗ്രി ഉള്ള സിലിണ്ടർ ബാങ്കുകൾ തമ്മിലുള്ള ഇൻക്ലൂഡ് ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി വരുന്ന ടൈപ്പും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആംഗിൾ എത്ര കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും കോമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ഈ ആംഗിളിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എത്രത്തോളം നമ്മൾ ആംഗിൾ കുറയ്ക്കാൻ പറ്റുന്നു. അപ്പോൾ 60 ഡിഗ്രി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒപ്റ്റിമം ഡിസൈനായിട്ട് പറയുന്നത്. 60 ഡിഗ്രി ആവുന്ന കണ്ടീഷനിൽ അതിൻ്റെ ബാലൻസിങ് വളരെ ഈസി ആയിട്ട് നടക്കുന്നു. അതേപോലെ തന്നെ മാക്സിമം പവർ നമുക്ക് കിട്ടുന്നു, വൈബ്രേഷൻ വളരെ മിനിമം ആയിട്ട് ഇരിക്കുന്ന കണ്ടീഷനുണ്ട്. സോ ആയതിനാൽ വി എഞ്ചിൻസിൻ്റെ ഒപ്റ്റിമം ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇവിടെ 2 ഇമേജ് കാണിച്ചിട്ടുണ്ട്. 2 ഇമേജിൽ നമുക്ക് എണ്ണി നോക്കിയാൽ കാണാം. ഇവിടെ 4, 4, 4, 8. അപ്പോൾ ഈ സൈഡിലും വരും. അപ്പോൾ ടോട്ടൽ 16 സിലിണ്ടേഴ്സ് ആണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ അസംബിൾഡ് വ്യൂ ആണ് ഈ എഞ്ചിൻ കാണിച്ചിരിക്കുന്നത്. 16 സിലിണ്ടേഴ്സ് ഉള്ള എഞ്ചിൻസ് എന്ന് പറയുന്നത് വി ടൈപ്പ് എഞ്ചിനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് അറേഞ്ച്മെന്റ് ഈസ് കൺസിഡർഡ് ടു ബി സിംപ്ലസ്റ്റ്? ഓപ്ഷൻ എ, സിലിണ്ടർ ലൈൻ ഇൻലൈൻ, സിലിണ്ടേഴ്സ് ഇൻലൈൻ. ഓപ്ഷൻ ബി, വി എഞ്ചിൻ. ഓപ്ഷൻ സി, ഹൊറിസോണ്ടൽ ഓപ്പോസിറ്റ്. ഓപ്ഷൻ ഡി, റേഡിയൽ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിൻ്റെ അറേഞ്ച്മെന്റിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത്
ഇൻലൈൻ എഞ്ചിനാണ്. ഇൻലൈൻ എഞ്ചിൻ്റെ ഡിസൈനാണ് ഏറ്റവും സിമ്പിളായിട്ട് വരുന്നത്. സോ അതിൻ്റെ ഓരോ കേസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വി എഞ്ചിൻ്റെ കേസ് ആകുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ഉണ്ട്, നോക്കിക്കുക. അതിൻ്റെ ഡിസൈൻ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അത് ഇച്ചിരി സ്പെഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഇതേപോലുള്ള വി എഞ്ചിൻസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ഓപ്പോസിറ്റ് എഞ്ചിൻ താണ്ട് ഇവിടെ ഹൈ RPM വർക്ക് ചെയ്യേണ്ട എഞ്ചിൻസ് ഒക്കെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഓപ്പോസിറ്റ് എഞ്ചിൻസിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റേഡിയൽ എഞ്ചിനുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എഞ്ചിൻ്റെ ബ്ലോക്കിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇൻലൈൻ എഞ്ചിനാണ്. സോ നമ്മുടെ ഇൻലൈൻ എഞ്ചിനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് നെസസറി ടു ക്ലീൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ ബിഫോർ ഗോസ് ടു ദ എഞ്ചിൻ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഡേർട്ടി എയർ ഈസ് സപ്ലൈഡ്? അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ എഞ്ചിനുള്ളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എയർ ഫിൽട്ടർ ചെയ്യണതിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്യാതെ ഡേർട്ടി എയർ എഞ്ചിനുള്ളിലേക്ക് അലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ എഞ്ചിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻ എഞ്ചിൻ നോയ്സ് എഞ്ചിൻ്റെ നോയ്സ് ഇൻക്രീസ് ചെയ്യും. എഞ്ചിൻ വിൽ ഓവർ ഹീറ്റ്, എഞ്ചിൻ ഓവർ ഹീറ്റ് ആകും. ഓപ്ഷൻ സി, എഞ്ചിൻ പാർട്ട് വിൽ വിയർ ഔട്ട് ഫാസ്റ്റർ. ഓപ്ഷൻ ഡി, ഓയിൽ കൺസപ്ഷൻ വിൽ ഇൻക്രീസ്. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. വിയർ ഔട്ട് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഓയിൽ കൺസപ്ഷൻ പറയുന്നുണ്ട്, ഓവർ ഹീറ്റ് പറയുന്നുണ്ട്, നോയ്സ് പറയുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് വിയർ ഔട്ട് ആണ്, ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മൾ എയറിനെ ഫിൽട്ടർ ചെയ്യാതെ എഞ്ചിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് എഞ്ചിൻ്റെ പാർട്സ് വളരെ വേഗത്തിൽ വിയർ ഔട്ട് ആകുന്നു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് ഡസ്റ്റ് ഇൻ ദ എയർ കോസ് എ വെരി റാപ്പിഡ് വിയർ ഓഫ് ദി എഞ്ചിൻ, particularly ഓഫ് സിലിണ്ടേഴ്സ്, piston rings and valves. If the dirty air enters the crankcase, it will contaminate the lubricating oil and ultimately damage the bearing and channels and increase the service period of the lubrication system. അപ്പോൾ ഇവിടെ 2 പോയിന്റുകളാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് ഡസ്റ്റ് ഇൻ ദ എയർ കോസ് റാപ്പിഡ് വിയർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് കിട്ടുന്നത് റാപ്പിഡ് വിയർ, പർട്ടിക്കുലർലി എവിടെ എഞ്ചിൻ സിലിണ്ടേഴ്സ്, പിസ്റ്റൺ റിങ്സ് ആൻഡ് വാൽവ്സ്. അപ്പോൾ ഈ ഒരു മേഖലകളിലെല്ലാം അപ്പോൾ എയർ വന്ന് ഇപ്പോൾ ഇൻലെറ്റ് വാൽവിൽ റസ്റ്റ് ഉണ്ടാകും, അല്ലെ വിയർ ഉണ്ടാകും. അതേപോലെ തന്നെ എഞ്ചിൻ്റെ സിലിണ്ടറിൽ ഉണ്ടാകാം, എഞ്ചിനിൽ പിസ്റ്റൺ ഉണ്ടാകാം, പിസ്റ്റൺ റിങ്ങുകൾ ഉണ്ടാകാം. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ ഡേർട്ടി എയർ കോൺടാക്ട് വരുന്നത് അവിടെയെല്ലാം വിയർ റേറ്റ് കൂടുന്നതായിട്ട് കാണാം. അതുമാത്രമല്ല ഈ ഡേർട്ടി എയർ എപ്പോഴും നമ്മുടെ ലൂബ്രിക്കേഷൻ ഓയിലുമായിട്ട് കോൺടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ കണ്ടാമിനേറ്റ് ആക്കിയിട്ട് ആ ഒരു ഓയിൽ പിന്നീട് നമ്മുടെ ബെയറിങ്സിലും അതേപോലെ ജേണൽസിലും ഒക്കെ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ എല്ലാം ആ പാർട്ടുകളുടെ എല്ലാം ലൈഫ് കുറയ്ക്കുന്നു. ബെയറിങ്ങിന് ഒരു ഇത്ര ലൈഫ് പറയുന്നുണ്ട്, ആ ലൈഫിൽ നിന്നെല്ലാം ലൈഫ് കുറയാൻ കാരണമാകും. അതേപോലെ തന്നെ നമ്മുടെ ഒരു ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സർവീസ് പീരീഡ് പറയുന്നുണ്ട്, ഇത്ര കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഓയിൽ ചേഞ്ച് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ സർവീസ് പീരീഡ് കുറയും. നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയർ എന്നിട്ട് ആ ഓയിലുമായിട്ട് കോൺടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ സർവീസ് പീരീഡ് അല്ലെങ്കിൽ സർവീസ് ലൈഫ് എന്ന് പറയുന്നത് കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് സമ്മറൈസ് ചെയ്യണം ആ ക്വസ്റ്റ്യൻ. എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയർ ഫിൽട്ടർ ചെയ്യാതെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എഞ്ചിൻ്റെ പാർട്സുകൾ വളരെ ഫാസ്റ്ററായിട്ട് വിയർ ഉണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാൽവ്സ് ആർ അറേഞ്ച്ഡ് ടു ക്ലോസ് ലേറ്റർ ദാൻ TDC ഓർ BDC is reached. This is called option A, lead, lag, overlap, none of the above. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാൽവ്സ് ആർ അറേഞ്ച്ഡ് ടു ക്ലോസ് ലേറ്റർ ദാൻ TDC. അപ്പോൾ TDC ഒന്നുകിൽ വാൽവുകൾ TDC കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ BDC കഴിഞ്ഞിട്ട് തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത് പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലേക്ക് മൂവ് ചെയ്യുന്ന കണ്ടീഷനിലാണ് സക്ഷൻ സ്ട്രോക്കിൽ തുറക്കേണ്ടത്. അതേപോലെ എക്സോസ്റ്റ് സ്ട്രോക്കിൽ പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് തുറക്കേണ്ടതെന്ന് നമ്മൾ തിയററ്റിക്കലി പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വൽ കണ്ടീഷൻ വരുമ്പോഴത്തേക്കിനും എക്സോസ്റ്റ് സ്ട്രോക്ക് തീരുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഇൻലെറ്റ് വാൽവ് തുറന്നു വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഇൻലെറ്റ് വാൽവ് അടയ്ക്കുന്നത് എപ്പോഴാണ്, നമ്മൾ കംപ്രഷൻ സ്ട്രോക്ക് തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻലെറ്റ് വാൽവ് അടയ്ക്കുകയും ചെയ്യുന്നുള്ളൂ.
ഇനി ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ കണ്ടീഷൻ നോക്കുവാണെങ്കിലോ, എക്സോസ്റ്റ് വാൽവ് എപ്പോഴാണ് നമ്മുടെ പവർ സ്ട്രോക്ക് തീർന്നിട്ട് എക്സോസ്റ്റ് സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷനിലാണ് നമ്മൾ സത്യത്തിൽ തിയറട്ടിക്കലി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആണെന്ന്. പക്ഷേ നമ്മൾ പവർ സ്ട്രോക്ക് തീരുന്നതിന് മുൻപായിട്ട് ഒരു 30 ഡിഗ്രി മുൻപായിട്ട് നമ്മൾ എക്സോസ്റ്റ് വാൽവ് തുറന്നു വെക്കും. അതേപോലെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, വീണ്ടും പിസ്റ്റൺ മൂവ് ചെയ്ത് TDCയിൽ എത്തിക്കുമ്പോഴത്തേക്കിന് എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആകണമെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് സക്ഷൻ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം സക്ഷൻ ഇൻലെറ്റ് വാൽവ് മാത്രം തുറന്നിരിക്കുന്ന കണ്ടീഷനാണ് നമ്മൾ തിയറട്ടിക്കലി പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി എന്താണ്, നമ്മൾ അവിടെ ഒരു വീണ്ടും ഒരു ലാഗ് കൊടുക്കുന്നുണ്ട്. എന്താണ്, എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ചെയ്യുന്നത് പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിൽ നിന്ന് BDCയിലേക്ക്, അതായത് സക്ഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവായി തുടങ്ങി ശേഷം മാത്രമേ നമ്മൾ എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ചെയ്യുന്നുള്ളൂ. സോ അത് ഒരു ഇമേജിൽ നമുക്ക് കാണാം. ഈ ഒരു ഇമേജിൽ ഇവിടെ കാണാം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പിസ്റ്റണ് TDCക്കും BDCക്കും, ഇപ്പം TDCയും BDCയും കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വാൽവുകൾ ക്ലോസ് ചെയ്യുന്നത് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ അതിനെ എന്ത് പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കൊരു ഇമേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഗ്രീൻ ലൈൻ നോക്കിക്കേ. ആ ഗ്രീൻ ലൈൻ എവിടെയാണ് ക്ലോസ് ആകുന്നത്, BDC കഴിഞ്ഞിട്ടാണ് ക്ലോസ് ആകുന്നത്. അതായത് ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആകുന്ന കണ്ടീഷനാണ് പറയുന്നത്. IVC ആണത്. ഇൻലെറ്റ് വാൽവ് ക്ലോസ് കണ്ടീഷൻ എവിടെയാണ്, BDC കഴിഞ്ഞിട്ട്. അതേപോലെ തന്നെ TDC കഴിഞ്ഞിട്ടുള്ള ക്ലോസിങ് ഏതാണ്, ഇതാണ്ട് ഇവിടെ ഒരു EVC പറഞ്ഞിട്ടുണ്ട്. EVC എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് വാൽവ് ക്ലോസ്. അപ്പോൾ ഈ രണ്ട് ക്ലോസും ലാഗായിട്ടാണ് നടക്കുന്നത്. ഒരു ലാഗിങ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയായിരുന്നു, ഇവിടെ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു എയർ സീഷർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇൻലെറ്റ് വാൽവ് കംപ്രഷൻ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആക്കി വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്, എക്സോസ്റ്റ് പിസ്റ്റൺ TDCയിൽ നിന്ന് വീണ്ടും BDCയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എക്സോസ്റ്റ് വാൽവ് തുറന്നു വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇറങ്ങി ആ എയർ കയറി വരത്തില്ലേ, സിലിണ്ടറിനുള്ളിലേക്ക് കയറി വരുന്ന പ്രഷർ മൂലം നമ്മുടെ എക്സോസ്റ്റ് വാൽവ് കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റ് ഗ്യാസ് ഓർ നമ്മുടെ ബേൺഡ് ഗ്യാസ് ഓർ ഫ്ലൂ ഗ്യാസസ് കംപ്ലീറ്റ് ആയിട്ട് സിലിണ്ടറിനുള്ളിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയാണ് നമ്മളത് തുറന്നു വെച്ചിരിക്കുന്നത്. അതറിയാമല്ലോ. സോ ആ ഒരു സെറ്റിങ്ങിന് നമ്മൾ പറയുന്നത് ലാഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വാൽവിന്റെ ലാഗ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, വാൽവ്സ് ആർ അറേഞ്ച്ഡ് ടു ഓപ്പൺ ബിഫോർ TDC ഓർ BDC ഈസ് റീച്ച്ഡ് ഈസ് കോൾഡ്. സോ ഇവിടെ നമ്മൾ ബിഫോർ TDC ആണ് പറഞ്ഞത്. അപ്പോൾ TDCക്ക് മുൻപായിട്ട് നമ്മൾ തുറന്നു വെക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ലേറ്റർ ആണ്. അതിനുശേഷം TDCയിലും BDCയിലും എത്തിയതിനു ശേഷവും വാൽവുകൾ തുറന്നിരിക്കുന്ന കണ്ടീഷനെ, അല്ലെങ്കിൽ വാൽവുകൾ അതിനുശേഷം മാത്രം നമ്മൾ അടയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാൽവ് ലാഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് അതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വാൽവുകളെ ഓപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, അതിനെ നമ്മൾ പറയുന്നത് ലീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലീഡ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം ഇൻലെറ്റ് വാൽവ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സക്ഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ആകുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ സത്യത്തിൽ നമ്മൾ എക്സോസ്റ്റ് സ്ട്രോക്ക് അവസാനിക്കുന്നതിന് മുൻപ്, അതായത് പിസ്റ്റൺ TDCയിൽ കംപ്ലീറ്റ് ആയിട്ട് എത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻലെറ്റ് വാൽവ് തുറക്കുന്നു. അപ്പോൾ അവിടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ വാൽവ് തുറക്കുന്നു. അതേപോലെ തന്നെ എക്സോസ്റ്റ് വാൽവിൻ്റെ കേസ് നമ്മൾ നോക്കിക്കേ. എക്സോസ്റ്റ് വാൽവിൻ്റെ ലൈൻ ഈ ഗ്രേ കളർ ലൈനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്, പവർ സ്ട്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റ് സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യും. അതായത് BDCയിൽ നിന്ന് പിസ്റ്റൺ TDCയിലേക്ക് മൂവ് ചെയ്യുന്ന കണ്ടീഷനിൽ മാത്രമേ എക്സോസ്റ്റ് വാൽവ് തുറക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പവർ സ്ട്രോക്ക്, അതായത് ഈ റെഡ് ലൈൻ നോക്കുക, പവർ സ്ട്രോക്ക് കംപ്ലീറ്റ് ആകുന്ന ഒരു കണ്ടീഷനിൽ തന്നെ നമ്മൾ എക്സോസ്റ്റ് വാൽവ് തുറന്നു വെക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ മുൻകൂട്ടി വാൽവുകൾ തുറക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ലീഡ് എന്നാണ് പറയുന്നത്, വാൽവ് ലീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മുടെ ഓപ്ഷൻ A ആണ് നമ്മുടെ റൈറ്റ് ആൻസർ, വാൽവ് ലീഡ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, പിസ്റ്റൺ TDCയിൽ എത്തുന്നതിന് മുൻപായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ BDC എത്തുന്നതിന് മുൻപായിട്ട് നമ്മൾ വാൽവുകൾ തുറക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, മുൻപായിട്ട് നമ്മൾ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ വാൽവ് ലീഡ് എന്നും, അതിനുശേഷം നമ്മൾ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ വാൽവ് ലാഗ് എന്നുമാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ദ ഇൻലെറ്റ് വാൽവ് ഈസ് അറേഞ്ച്ഡ് ഇൻ ദ സിലിണ്ടർ ഹെഡ് ആൻഡ് ദ എക്സോസ്റ്റ് വാൽവ് ഈസ് അറേഞ്ച്ഡ് ഇൻ ദ സിലിണ്ടർ ബ്ലോക്ക്. I ഹെഡ്, L ഹെഡ്, F ഹെഡ്, T ഹെഡ്. ഇതിനകത്ത് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഒരു ടൈപ്പിൽ ഇൻലെറ്റ് വാൽവ് നമ്മൾ സിലിണ്ടർ ഹെഡിലും എക്സോസ്റ്റ് വാൽവ് സിലിണ്ടർ ബ്ലോക്കിലുമാണ് കണക്ട് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇൻലെറ്റ് മാനിഫോൾഡ് കൊണ്ട് കണക്ട് ചെയ്യുന്നത് സിലിണ്ടർ ഹെഡിലേക്കും എക്സോസ്റ്റ് മാനിഫോൾഡ് കൊണ്ട് കണക്ട് ചെയ്യുന്നത് സിലിണ്ടർ ബ്ലോക്കിലേക്കുമാണ്. അത് ഏത് ടൈപ്പ് ഡിസൈൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെഡിൻ്റെ ഏത് ഡിസൈനിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ആണ് F ഹെഡ് എന്ന് പറയും. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ എഫ് ഹെഡ് അല്ലെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ എന്തൊക്കെയാണ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എഫ് ഹെഡ്, എൽ ഹെഡ്, ഐ ഹെഡ്, ടി ഹെഡ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഹെഡ് എഞ്ചിനെ കുറിച്ചാണ്. ദീസ് ടൈപ്പ് ഓഫ് എഞ്ചിൻ ദ ഇൻലെറ്റ് വാൽവ് ആൻഡ് ദ എക്സോസ്റ്റ് വാൽവ്സ് ആർ അറേഞ്ച്ഡ് സൈഡ് ബൈ സൈഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ എ സിംഗിൾ ക്യാം ഷാഫ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ വാൽവുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സൈഡ് ബൈ സൈഡ് ആയിട്ടാണ്. അപ്പോൾ ആ പോയിന്റ് കൊടുത്തിരിക്കുക, വാൽവുകൾ സൈഡ് ബൈ സൈഡ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. അതേപോലെ തന്നെ സിംഗിൾ ക്യാം ഷാഫ്റ്റിൽ നിന്നാണ് നമ്മൾ ഡ്രൈവ് എടുക്കുന്നത്. ഓക്കെ, ദ സിലിണ്ടർ ആൻഡ് ദ കമ്പഷൻ ചേംബർ ഫോംസ് ആൻഡ് ഇൻവെർട്ടഡ് എൽ. ഈ ഒരു കണ്ടീഷനാണ് എൽ ടൈപ്പ് എഞ്ചിൻ എന്ന് പറയാം. എൽ ടൈപ്പ് ഹെഡ് ഡിസൈൻ. ദാണ്ട് ഈ ഒരു രണ്ടാമത്തെ ഇമേജ് ഉണ്ടല്ലോ, ഇത് ഫസ്റ്റ് ഇമേജ്, ഇത് സെക്കൻഡ് ഇമേജ്. അപ്പോൾ ഈ ഇമേജിൽ ഇതാണ് നമ്മുടെ എൽ ടൈപ്പ്. ഇതാ ഇവിടെ ഒരു എല്ല് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു എൽ ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നത്. അപ്പോൾ എയർ ഈ ഒരു മൂവ്മെന്റ് ആണ് വരുന്നത്. എയറിന് ഇവിടെ ആദ്യമേ ഒരു ഇൻലെറ്റ് വാൽവ് കാണും, അതിൻ്റെ സൈഡിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സോസ്റ്റ് വാൽവ് കാണും. വീണ്ടും ആ ഒരു ഓർഡറിൽ ഇൻലെറ്റ്, എക്സോസ്റ്റ്, പിന്നെ എക്സോസ്റ്റ്, ഇൻലെറ്റ്, പിന്നെ ഇൻലെറ്റ്, എക്സോസ്റ്റ്, അങ്ങനെ ഒരു ഓർഡറിൽ വാൽവുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതാണ് എൽ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എൽ ടൈപ്പിൽ എങ്ങനെയാണ് സൈഡ് ബൈ സൈഡ് ആയിട്ടാണ് നമ്മൾ വാൽവുകൾ അറേഞ്ച് ചെയ്യുന്നത്. അത് അടുത്ത ടൈപ്പാണ് ഐ ഹെഡ് എന്ന് പറയും. അപ്പോൾ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓട്ടോമൊബൈലിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഹെഡ് ഡിസൈൻ എന്ന് പറയുന്നത് ഐ ഹെഡ് ഡിസൈൻ ആയിരിക്കും. ഓക്കെ, സോ ഇൻ ഐ ഹെഡ് എഞ്ചിൻ ഇൻലെറ്റ് വാൽവ് ആൻഡ് എക്സോസ്റ്റ് വാൽവ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ സിലിണ്ടർ ഹെഡ്. അതും ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആണ്. നമ്മൾ ഏത് ടൈപ്പ് ഹെഡ് ഡിസൈനിലാണ് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും സിലിണ്ടർ ഹെഡിൽ കൊടുക്കുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈ ഹെഡ് ആണ്. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം നടക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് എന്തെന്ന് പറയുന്നത് ഐ ഹെഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് കോമൺലി നമ്മൾ ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോസ്റ്റ് വൈഡ്ലി നമ്മൾ ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്യുന്നത് ഐ ഹെഡ് ടൈപ്പ് ഡിസൈൻ ആയിരിക്കും. ഇവിടെ നമ്മളൊരു സിംഗിൾ ക്യാം ആണ് ഇൻലെറ്റ് വാൽവിനെ എക്സോസ്റ്റ് വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട് വാൽവുകൾ ഉണ്ടെങ്കിൽ ഇൻലെറ്റ് വാൽവ് സെറ്റ് ഉണ്ടും എക്സോസ്റ്റ് വാൽവ് സെറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെയും നമ്മൾ സിംഗിൾ ക്യാം യൂസ് ചെയ്തിട്ടാണ് ജനറലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, വാൽവുകളെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഡിസൈനാണ് ദാണ്ട് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഐ ഹെഡ്, ഇതാണ് എൽ ഹെഡ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഹെഡ് എഞ്ചിനെ കുറിച്ചാണ്. ഇൻ ദിസ് വൺ വാൽവ് ഈസ് യൂഷ്വലി ഇൻലെറ്റ് വാൽവ് ഈസ് ഇൻ ദ ഹെഡ് ആൻഡ് ദി എക്സോസ്റ്റ് വാൽവ് സ്ലൈസ് ഓൺ ദി സിലിണ്ടർ ബ്ലോക്ക്. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഹെഡ് ഡിസൈനിൽ ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത് ഹെഡിലും എക്സോസ്റ്റ് വാൽവ് എന്ന് പറയുന്നത് ബ്ലോക്കിലും വരുന്നു. ആ ഒരു പോയിന്റ് തന്നെയല്ലേ ഇവിടെയും പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഇൻലെറ്റ് വാൽവ് ഈസ് ഇൻ ദ ഹെഡ് ആൻഡ് ദി എക്സോസ്റ്റ് വാൽവ് ഈസ് ലൈസ് ഇൻ ദ ബ്ലോക്ക്. അപ്പോൾ ആ ഒരു ടൈപ്പാണ് ദാണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എഫ്, ഇവിടെ ഒരു എഫ് അവർ തിക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈനാണ് എഫ് ഹെഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത് ഹെഡിലും അതേപോലെ തന്നെ എക്സോസ്റ്റ് വാൽവ് എന്ന് പറയുന്നത് ഇവിടെ ബ്ലോക്കിലുമാണ് വന്നിരിക്കുന്നത്. സോ ബോത്ത് സെറ്റ് ഓഫ് ദി വാൽവ്സ് ആർ ഓപ്പറേറ്റഡ് ബൈ എ സിംഗിൾ ക്യാം ഷാഫ്റ്റ്. അങ്ങനെ ഇരുന്നാലും നമ്മൾ സെയിം ക്യാം ഷാഫ്റ്റിൽ നിന്ന് ഡ്രൈവ് എടുത്തിട്ടാണ് രണ്ട് വാൽവുകളെയും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ടി ഹെഡ് എഞ്ചിൻ എന്ന് പറയും. ടി ഹെഡ് എഞ്ചിൻ ദ ഇൻലെറ്റ് വാൽവ് ആൻഡ് ഇൻലെറ്റ് വാൽവ് ലൊക്കേറ്റഡ് അറ്റ് വൺ സൈഡ് ആൻഡ് ദ എക്സോസ്റ്റ് വാൽവ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി അതർ സൈഡ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് രണ്ട് സൈഡിലായിട്ടാണ് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും വരുന്നത്. ഈ ഇമേജിൽ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഈ ലാസ്റ്റ് ഇമേജ് ആണ് ടി ഹെഡ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, ടി ഹെഡിനകത്ത് ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ നമുക്ക് ഇൻലെറ്റ് വാൽവുകളും അടുത്ത സൈഡിൽ നമ്മുടെ എക്സോസ്റ്റ് വാൽവുകളും വരുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലായതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ക്യാം ഷാഫ്റ്റ് വേണം നമുക്ക് ടി ഹെഡ് എഞ്ചിൻ ഡിസൈനിൽ നമുക്ക് വാൽവുകളെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. സോ അത് ഓർത്തിരിക്കുക, രണ്ട് ടൈപ്പും സിലിണ്ടർ ഹെഡിന് അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടി ഹെഡ് ഡിസൈൻ എന്ന് പറയും. അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻലെറ്റ് വാൽവുകളെയും എക്സോസ്റ്റ് വാൽവുകളെയും നമ്മൾ സെപ്പറേറ്റ് ക്യാം ഷാഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ക്യാം ഷാഫ്റ്റ് യൂസ് ചെയ്യുന്ന ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഹെഡ് ഡിസൈൻ ആയിരിക്കും. അതേപോലെ തന്നെ ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത് ഹെഡിലും എക്സോസ്റ്റ് വാൽവ് സിലിണ്ടർ ബ്ലോക്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം ടൈപ്പ് ഡിസൈൻ നമ്മൾ എഫ് ഹെഡ് എന്ന് പറയും. ആ കണ്ടീഷനിൽ നമ്മൾ സിംഗിൾ ക്യാം ഷാഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്, വാൽവുകൾ ഡ്രൈവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എൽ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും സൈഡ് ബൈ സൈഡായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ എൽ ഹെഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ ഐ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ബോത്ത് നമ്മുടെ സിലിണ്ടർ ഹെഡിൽ തന്നെ ആയിരിക്കും എപ്പോഴും വരുന്നത്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്
എഫ് ഹെഡ് ആണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ദ വാൽവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സിലിണ്ടർ ഹെഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് 4 ഹെഡ് ഡിസൈൻസ് ഉണ്ട്. എഫ് ഹെഡ്, ഐ ഹെഡ്, എൽ ഹെഡ്, ടി ഹെഡ്. അപ്പം എഫ് ഹെഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു? നമുക്കിവിടെ കണ്ടതാണ്. എഫ് ഹെഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻലെറ്റ് വാൽവ്സ് ഈസ് ഇൻ ഹെഡ് ആൻഡ് ദ എക്സോസ്റ്റ് വാൽവ്സ് ഇൻ ദി ബ്ലോക്ക്. അപ്പോൾ ആ ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതേപോലെ ഐ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഹെഡിൽ വരുമായിരുന്നു. എൽ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ 2 സൈഡിലായിട്ടാണ്. എൽ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ അറേഞ്ച്ഡ് സൈഡ് ബൈ സൈഡ്, അറേഞ്ച്ഡ് നമ്മുടെ സെയിം സൈഡിൽ തന്നെ, എന്നാൽ അടുത്തടുത്തായിട്ടാണ് നമ്മൾ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും അറേഞ്ച് ചെയ്തിരുന്നത്. പക്ഷേ ടി ഹെഡ് ആണെന്നുണ്ടെങ്കിൽ 2 എൻഡിൽ 2 സൈഡ്, സിലിണ്ടറിന്റെ 2 സൈഡുകളിലുമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിലിണ്ടർ ഹെഡിലാണ് ഈ വാൽവ്, ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഏത് ഡിസൈൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഐ ഹെഡ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ എഞ്ചിൻ കമ്പോണന്റ് വിച്ച് റെഡ്യൂസസ് ദ നോയ്സ് ഓഫ് ദി എക്സോസ്റ്റ് ഗ്യാസ്. ടെയിൽ പൈപ്പ്, ഇൻലെറ്റ് മാനിഫോൾഡ്, മഫ്ലർ, എക്സോസ്റ്റ് പൈപ്പ്. നമുക്കറിയാം എഞ്ചിന്റെ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഫ്ലർ അല്ലെന്നുണ്ടെങ്കിൽ സൈലൻസർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും വണ്ടി ഉപയോഗിക്കുന്ന ഏറെക്കുറെ എല്ലാവർക്കും ആ ഒരു പാർട്ട്, സൈലൻസർ എന്നുള്ള പാർട്ട് നമുക്ക് അറിയാവുന്നതാണ്. എഞ്ചിന്റെ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മഫ്ലർ ആണ്. സോ അത് ക്ലിയർ ആണല്ലോ, അത് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. മഫ്ലർ ആണ് എഞ്ചിന്റെ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ആഡഡ് ടു ദ പിസ്റ്റൺ ടു എൻഷുവർ ഗുഡ് സീൽ ബിറ്റ്വീൻ ദ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ. പിസ്റ്റൺ പിൻ, ഗ്യാസ്കറ്റ്സ്, പിസ്റ്റൺ റിങ്സ്, റബ്ബർ പാക്കിംഗ്. ഇപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിലിണ്ടറിനും പിസ്റ്റണിനും ഇടയിലായിട്ട് പ്രോപ്പർ പാക്കിംഗ് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിസ്റ്റൺ പിൻ. എന്തിനാണ് പിസ്റ്റൺ പിൻ യൂസ് ചെയ്യുന്നത്? പിസ്റ്റണും കണക്റ്റിംഗ് റോഡുമായിട്ട് കണക്ട് ചെയ്യാൻ. ഗ്യാസ്കറ്റ്സ് എന്തിനു വേണ്ടിയാണ്? പ്രോപ്പർ സീറ്റിങ്ങും പ്രോപ്പർ സീലിങ്ങും എല്ലാം എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്യാസ്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. പിസ്റ്റൺ റിങ് എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 2 ടൈപ്പ് പിസ്റ്റൺ റിങ്ങുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കംപ്രഷൻ റിങ്ങും, ഒന്ന് ഓയിൽ റിങ്ങും. അപ്പോൾ കംപ്രഷൻ സ്ട്രോക്കിൽ കംപ്രസ് ആകുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലെന്നുണ്ടെങ്കിൽ എയർ ക്രാങ്ക് കേസിലേക്ക് എസ്കേപ്പ് ആകാതെ ഒരു കൺട്രോൾ വഴി നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പിസ്റ്റൺ റിങ്സ് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു പ്രോപ്പർ സീലിംഗ് കിട്ടുന്നത് എന്തിൽ നിന്നാണ്? പിസ്റ്റൺ റിങ്ങിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി, പിസ്റ്റൺ റിംഗ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്യാം ഷാഫ്റ്റ് ഇൻ എഞ്ചിൻ ഈസ് ആൾവേസ് മൗണ്ടഡ്. ഓപ്ഷൻ എ പാരലൽ ടു ദ ക്രാങ്ക് ഷാഫ്റ്റ്, പെർപെൻഡിക്കുലർ ടു ദ ക്രാങ്ക് ഷാഫ്റ്റ്, ഇൻക്ലൈൻ ടു ദ ക്രാങ്ക് ഷാഫ്റ്റ്, നൺ ഓഫ് ദി എബോവ്. അപ്പോൾ നമ്മൾ പല ഡിസൈൻ കണ്ടു. ഓവർ ഹെഡ് ഡിസൈൻ കണ്ടു, ക്യാമിൻ്റെ ഓവർ ഹെഡ് ഡിസൈൻ കണ്ടു. അതേപോലെ തന്നെ ക്രാങ്ക് കേസിൽ തന്നെ ക്യാം ഷാഫ്റ്റ് വെച്ചിരിക്കുന്ന ഡിസൈൻ കണ്ടു. എല്ലാ ഡിസൈനിലും നമ്മൾ കണ്ടത് എന്താണ്? ഇതിപ്പോൾ നമ്മുടെ കണക്റ്റിംഗ് റോഡ് ആണെന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെയാണ് നമ്മുടെ കണക്റ്റിംഗ് റോഡ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഗിയർ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗിയർ കാണും, അടുത്തൊരു ഗിയർ വളരെ അടുത്ത് തന്നെ കാണും. ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആയിരിക്കും. സോ ഇവിടെ നമ്മുടെ ക്യാം ഷാഫ്റ്റ് വരുന്നുണ്ട്. ആ കണ്ടീഷനിൽ എങ്ങനെയായിരുന്നു? രണ്ടും പാരലലായിട്ട് തന്നെയാണ് വന്നത് അല്ലേ? അതേപോലെ തന്നെ ഓവർ ഹെഡ് ഡിസൈൻ, ഈ ഇമേജിൽ കാണുന്ന ഡിസൈൻ നിങ്ങൾ നോക്കിക്കുക. ഇത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ്, ക്യാം ഷാഫ്റ്റ് അതിന് പാരലായിട്ട് തന്നെയാണ് പോകുന്നത്. സോ എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കണ്ടീഷനിൽ നമുക്ക് ഡ്രൈവ് എടുക്കാനായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് ഡ്രൈവ് നമുക്ക് ഡ്രൈവറിൽ നിന്ന് ഡ്രിവണിൽ എത്തിക്കാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് 2 ഷാഫ്റ്റുകളും പാരലായിട്ട് ഇരിക്കുന്ന മെത്തേഡാണ്. സോ ആയതിനാൽ ഇവിടെ നമ്മുടെ ഓപ്ഷൻ എ ആണ് പാരലൽ ടു ദി ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ നമ്മുടെ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ക്രാങ്ക് ഷാഫ്റ്റിന്